ഓരോ ആളുകളും യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളും പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക്. ഇന്ത്യയുടെ ഒരറ്റത്ത് കിടക്കുന്ന ലഡാക്കിലേക്കുള്ളൊരു യാത്ര എല്ലാവരുടെയും ജീവിത അഭിലാഷമായി കാണുന്ന ആളുകളുണ്ട്. പലരും പറയാറുണ്ട്, എന്താണ് ജീവിതത്തിലെ അഭിലാഷം എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ലഡാക്ക് വരെ പോകണമെന്നാണ്. നമ്മളുടെ അടുത്തൊരു യാത്ര ലഡാക്കിലേക്കാണ്, ലഡാക്കിൻ്റെ ദൃശ്യ ഭംഗിയിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കാണ്. നല്ല ദൃശ്യഭംഗിയുള്ള സ്ഥലം എന്നതിനേക്കാളുപരി ഏറ്റവും പ്രശാന്ത സുന്ദരമായ ഇന്ത്യയുടെ മർമ്മപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ് ലഡാക്ക്. മഞ്ഞുമലകളുടെ നാട് എന്ന് നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം. പലരും വിചാരിക്കാറുണ്ട് ലഡാക്ക് എന്ന് പറയുന്ന സമയത്ത് വെറും മഞ്ഞു മൂടിയ മലകൾ മാത്രമാണ് എന്ന്. പക്ഷേ അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ലഡാക്ക് ടൗൺ എന്ന് പറയുന്നത് വിമാനത്താവളങ്ങൾ അടക്കമുള്ളൊരു സ്ഥലമാണ്. വലിയൊരു മിലിറ്ററി സംവിധാനങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് ആ സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞു മൂടിയ ഒരു ചെറിയൊരു കാട്ടിൻ്റെ പ്രദേശമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം ലഡാക്ക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൗൺഷിപ്പാണ്, വിമാനത്താവളം വരെയുള്ള ഒരു ടൗൺഷിപ്പാണ്. പക്ഷേ അവിടെ എപ്പോഴും മഞ്ഞുമലകളും ഏകദേശം പലപ്പോഴും മൈനസ് ഡിഗ്രിയിലേക്ക് വരുന്ന ഒരു സന്ദർഭമുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അതൊരു മഞ്ഞുമൂടിയ മലയായിട്ട് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന സമയത്ത് അവിടെ മഞ്ഞിൻ്റെ കാലഘട്ടം ആവുന്നതേ ഉള്ളൂ. ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴാണ് നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടാവുന്നത്. പക്ഷെ തണുപ്പിന് ഒരു കുറവും അവിടെ ആ ലഡാക്കിലില്ല. കാരണം ഒരു 11-12 ഡിഗ്രി സെൽഷ്യസ് ആണ് പകൽ സമയത്ത്, ഉച്ച സമയത്ത് അവിടെയുള്ള കാലാവസ്ഥ എങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ -12ലേക്ക് -10ലേക്ക് പോകുന്നൊരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞ് തന്നെ വേണമെന്നില്ല, മഞ്ഞ് കാലഘട്ടം തന്നെ വേണമെന്നില്ല. അവിടുത്തെ തണുപ്പിന് എപ്പോൾ നോക്കിയാലും തണുപ്പായിരിക്കും. പക്ഷേ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സീസണാണ്. കാരണം ആ ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾക്ക് അവിടേക്കൊന്ന് പോവാം, തണുപ്പിൻ്റെ നാട്ടിലേക്ക്, മഞ്ഞുമലകളുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും മർമ്മപ്രധാനമായ നാട്ടിലേക്ക് നമ്മൾക്ക് ഒരു യാത്ര തുടരാം. കാർഗിലിൽ നിന്ന് നമ്മൾ ലഡാക്കിൻ്റെ യാത്രയുടെ സമയമാണിപ്പോൾ. ആ കാർഗിൽ കഴിഞ്ഞാൽ ലഡാക്ക് വരെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ ബുദ്ധ വിഹാരങ്ങൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അതിമനോഹരമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും അതോടൊപ്പം തന്നെ ഉൾഗ്രാമങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധവിഹാരങ്ങൾ കാണാം. അത് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം കഴിഞ്ഞാൽ വിജനമായ ഒരു സ്ഥലം, നാഷണൽ ഹൈവേ 1 വിജനമായ ഒരു സ്ഥലം നമ്മൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു തടസ്സങ്ങളോ ഒരു കെട്ടിടങ്ങളോ ഒരു തടസ്സങ്ങളില്ലാതെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. കണ്ണെത്താ ദൂരത്ത് കാണുന്ന റോഡുകൾ ഏറ്റവും, കാരണം ഇതെവിടെയും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എവിടെയും ഇതേപോലുള്ള ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യയിലെ സ്വർഗം എന്ന് ഈ പറയുന്ന സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇത് മഞ്ഞ് കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞങ്ങൾ പോയി ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ ഈ മല മുഴുവൻ മഞ്ഞായിരിക്കും. പക്ഷെ മഞ്ഞിന് തൊട്ട് മുമ്പാണ് വരുന്നത്. പക്ഷെ തണുപ്പിന് ഒട്ടും കുറവില്ല. ഞങ്ങളുടെ യാത്രക്കിടയിൽ നല്ല തണുപ്പ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം സമയം കാലത്ത് ഏകദേശം 8:30 കഴിഞ്ഞു, 9 മണി ആവുന്നൊരു സമയമാണ്. ആ ക്ലൈമറ്റ് നോക്കുക, അവിടെയുള്ള സൂര്യപ്രകാശം എല്ലാം ഞങ്ങൾ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു സ്ഥലം എന്ന് പറയാവുന്നത്. ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല എന്നിപ്പോൾ മനസ്സിലായി. ചെങ്കുത്തായ പാറക്കെട്ടുകളൊക്കെ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. കാരണം ശ്രീനഗർ മുതൽ ലഡാക്ക് വരെയുള്ള സ്ഥലങ്ങളെല്ലാം ഇതേപോലെയാണെങ്കിലും പ്രത്യേകിച്ച് കാർഗിൽ കഴിഞ്ഞ് ഈ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്രയും മനോഹരമായ ചെങ്കുത്തായ പാറകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഒരു വലിയൊരു നദി ഒഴുകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. തെളിഞ്ഞ ഒരു വെള്ളമാണ്. എല്ലാവിടെയും വെള്ളം തെളിഞ്ഞതാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം നീല നിറത്തിലുള്ള ജലമാണ് നമ്മൾക്ക് ഈ നദിയിൽ കാണാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അത് മഞ്ഞുരുകി വരുന്ന ആ വെള്ളമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചെറിയ ഒരു നീല നിറത്തിലുള്ള തെളി വെള്ളമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല തണുപ്പുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു യാത്രക്കിടയിൽ നമ്മളുടെ ഏറ്റവും ഡെസ്റ്റിനേഷൻ എത്താൻ പോകുന്ന, അല്ലെങ്കിൽ ലഡാക്ക് എന്ന് പറയുന്ന സ്വപ്നഭൂമിയിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ആവേശം പകരുന്ന ഒന്നാണ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഈ മുകളിൽ നിന്ന്
കല്ല് താഴെ ഉരുണ്ട് വീഴാവുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറാണ്. ഞങ്ങളുടെ മുന്നിൽ വന്ന ഒരു വാഹനം ഒരു ബൈക്കിന്റെ ബുള്ളറ്റാണ്. ആ ബുള്ളറ്റിൽ 2 ബുള്ളറ്റിന് മുകളിലേക്ക് ഈ കല്ല് വീണ അപകടമുണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപൂർവമായി മാത്രമേ വാഹനങ്ങളെല്ലാം ഉള്ളൂ. അതിനിടയിൽ ആ യാത്രക്കിടയിൽ ചെറിയ ചെറിയ പച്ചപ്പുകളുടെ തുരുത്തുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പുഴയുടെ ഓരങ്ങളിലായിട്ട്. അതാണ് ഏക പച്ചപ്പ് എന്ന് തോന്നുന്നത് അത് തന്നെയാണ്. ഏകദേശം 200-ലധികം കിലോമീറ്റർ 230-ലധികം കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. ആ ഒരു യാത്രക്കിടയിലാണ് ഞങ്ങൾ. പട്ടാളക്കാരെല്ലാം കെട്ടിയ ചെറിയ ചെറിയ പാലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിലിറ്ററിയുടെ ഭാഗമാണ്, മിലിറ്ററി ഏരിയ കൂടിയാണിത്. ഇതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് കല്ല് താഴെ വീഴാവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചു പോകണം എന്നുള്ള എഴുത്തിന്റെ ബോർഡുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. കാരണം ചെങ്കുത്തായ പാറയിൽ നിന്ന് കല്ലുകൾ അടർന്നു വീഴാൻ ചാൻസ് ഉണ്ട് എന്ന് പലവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഏരിയയിലൂടെ കടന്നു പോവാൻ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ റോഡ് ഇത്രയും സുന്ദരമായിരുന്നില്ല, കല്ല് റോഡുകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ വൃത്തിയാക്കി നല്ല റീടാരിങ്ങിലൂടെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്, നല്ല വീതിയാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ഒരു ബുദ്ധിമുട്ടുമില്ലാതെയുള്ളൊരു യാത്രയായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക. എല്ലാവരുടെയും ഒരു ജീവിതാഭിലാഷമായി കാണുന്ന ഒരു യാത്രയാണ് എനിക്ക് തോന്നുന്നു ലഡാക്ക് യാത്ര. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളില്ല, ഒരു യാത്രയെ സ്നേഹിക്കുന്നവർ പ്രത്യേകിച്ച്. ഒരുപാട് ആളുകൾ, ഇപ്പൊ ഞങ്ങളുടെ യാത്രക്കിടയിൽ തന്നെ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരും പറഞ്ഞത് ഞങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു അഭിലാഷമാണ് ഒരു ലഡാക്ക് യാത്ര എന്നുള്ളത്. ഞങ്ങളും അത്തരമൊരു അതിമനോഹരമായ ലഡാക്ക് യാത്രയുടെ വഴിമധ്യയാണ്. സൂര്യപ്രകാശം ഉണ്ടെങ്കിലും നമ്മൾക്ക് നല്ല തണുപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലൗസ് ഇടാതെ നമുക്ക് അവിടെ യാത്ര ചെയ്യാൻ കഴിയില്ല, വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല. കാണുന്ന സമയത്ത് ഡ്രൈ ആണ് എന്ന് നിങ്ങൾക്ക് കാഴ്ചയിൽ തോന്നാമെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 11-12 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അവിടുത്തെ തണുപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രശ്നമല്ല. പക്ഷെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇവിടെ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് പാലക്കാടിന്റെ ചൂടേറ്റിട്ട് പോകുന്ന ഞങ്ങൾക്ക് ഇത് വലിയൊരു തണുപ്പ് തന്നെയാണ്. ഞങ്ങളോടൊപ്പമുള്ള ബൈക്കിന്റെ ആളുകൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നോക്കുക, അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം അത്തരമൊരു കാഴ്ച ഞങ്ങളൊക്കെ ഒരുപാട് ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാണുന്നത് റോഡാണ്. മല വെട്ടിയുണ്ടാക്കിയ റോഡില് ചെറിയ ചെറിയ പച്ചപ്പുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. അവിടെയാണ് കൃഷി, അവരവിടെ കൃഷി ഇറക്കുന്നുണ്ട്. നമ്മൾക്ക് തോന്നാം ചിലപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ദുസ്സഹമായ ഒരു ജീവിതമാണോ എന്ന്. പക്ഷേ ആ ദുസ്സഹമായ അവസ്ഥയെന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു കാലാവസ്ഥയിൽ സന്തോഷത്തോടുകൂടി കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളെ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ആ യാത്രക്കിടയിൽ നമ്മൾക്ക് ഈ പറയുന്ന 230-240 കിലോമീറ്റർ ആണ് ഞങ്ങളുടെ യാത്ര. ആ യാത്രക്കിടയിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങള്, നദികള്, പുഴകള്, അതിനിടയിലുള്ള പച്ചപ്പുകള്, അങ്ങനെ എല്ലാം നമ്മൾക്ക് കാണാൻ പറ്റും.
അവിടുത്തെ വീടുകളുടെ പ്രത്യേകതയും നമ്മുടെ വീടുകളുടെ പ്രത്യേകതയും വ്യത്യാസമുണ്ട്. ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കടക്കുകയാണ്. ലഡാക്ക് എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്. ഒരുപാട് പട്ടാള ട്രക്കുകൾ ഞങ്ങളുടെ പുറകിൽ അതുപോലെ തന്നെ മുൻവശത്തായിട്ട് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, കാരണം യുദ്ധസമാനമായ അന്തരീക്ഷമുള്ളത് കൊണ്ടാവാം, ഞങ്ങൾ പോകുന്ന സമയത്ത് 100 കണക്കിന് ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു, നമ്മുടെ പട്ടാള ട്രക്കുകൾ. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഏരിയ കൂടിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ അവിടെ അവരുടെ സാമീപ്യമുള്ളത്, പട്ടാളക്കാരുടെയും ട്രക്കുകളുടെയും യുദ്ധസാമഗ്രികളുടെയും എല്ലാം ഉള്ളത്. അങ്ങകലെ കാണുന്ന ഒരു ഏരിയ നോക്കുക, ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളാണത്. പാറയെ തുറന്നുള്ള വഴികൾ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരു മലയെ നിരത്തിയിട്ടുള്ള ഒരു വഴികളിലൂടെയാണ് യാത്ര. നോക്കുക, ആ ദൂരെ കാണുന്നതാണ്, ആ ട്രക്കുകൾ പോകുന്നതാണ് നമ്മൾക്ക് പോവേണ്ട ഒരു വഴി. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു വഴി നിർമ്മിച്ചത് എന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രകൃതി ഭംഗി ശരിക്കും നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. കാരണം ഈ ഒരു വീഡിയോ കാണിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മടങ്ങി വരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത് ഏറ്റവും ബൈക്ക് കൊണ്ട് എത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. കാർത്തുങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരും കാർത്തുങ്കലിലേക്ക് പോകണമെന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷേ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ ബൈക്ക് കൊണ്ടൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർത്തുങ്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ലഡാക്കിൽ നിന്ന് ഏകദേശം 39 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ഒരു സ്ഥലമാണ്. വാഹനത്തിലൂടെ പോകാൻ പറ്റുന്ന, ബൈക്കിലൂടെ പോകാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ ഒരു സ്ഥലം. നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് അവിടേക്കാണ്. ഒരു കാര്യം ആലോചിക്കുക, തണുപ്പ് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഗ്ലൗസ് എല്ലാം ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -4 ഡിഗ്രിയാണ്. മുകളിലേക്ക് പോകുമ്പോൾ -13 ഡിഗ്രിയാണ് ഇനി വരാൻ പോകുന്ന. ഏകദേശം 12 കിലോമീറ്റർ മാത്രമാണ് ഇനിയുള്ളത്. അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് -12 ഡിഗ്രി വരെ, 14 ഡിഗ്രി വരെ, -14 വരെ എത്തുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ സമയം 11 മണിയാണെങ്കിൽ പോലും ഇവിടെ ഗ്ലൗസ് ഇല്ലാതെ നമ്മൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അത്രയും തണുപ്പ് ഇവിടെ നമ്മൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് യാത്ര തുടരാം.